പുള്ളി തന്നെ നേരിട്ട് എൻ്റെ റൂമിൽ വന്നു. റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എന്താ തൻ്റെ പ്രശ്നം, തന്നെ. അപ്പോൾ ഞാനൊന്നും മിണ്ടി, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ. അത് പറഞ്ഞു, എടോ താൻ എന്തിനാ ഇങ്ങനെ, ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ, അപ്പോൾ കട്ടില്ല, അപ്പോൾ തൊട്ട് പുറകെ കട്ടില്ല, അപ്പോൾ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി. അങ്ങനെ അപ്പോൾ എന്തുമാത്രം ആരോപണങ്ങളായിരുന്നല്ലേ. അപ്പം രണ്ടാമത് നമ്മൾ കേട്ട ഒരു ആരോപണം ഞെട്ടി ഉണർന്നത് മുകേഷ്, മണിയമ്പിള്ള രാജ്, ഇടവേള ബാബു, പിന്നെ ജയസൂര്യ എല്ലാം മുടിചൂടാമന്നന്മാരാണ്. മലയാള സിനിമയിലെ മുടിചൂടാമരന്മാരെ പറ്റി ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിച്ചു. പഴയ ഒരു നടിയായി. പണ്ട് ഇതും 13 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണിത്. അപ്പോൾ ഈ കഥകളെല്ലാം തന്നെ ഈ കാലഘട്ടവുമായിട്ട് യോജിക്കുന്നതല്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഈ നടന്മാരെല്ലാം തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജയസൂര്യ 2 ദിവസമായിട്ട് ഈ ഓളങ്ങളിൽ തത്തി കളിക്കുന്നുണ്ട്. ജയസൂര്യയുടെ പേര് ഒരു പ്രമുഖയായ വേറൊരു നടി പറഞ്ഞായിരുന്നു ഇതുപോലെ, എന്തോ സോണിയ മൽഹാർ അല്ലേ. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടു. അവർ പേര് പറഞ്ഞില്ല, പക്ഷെ അത് ജയസൂര്യയാണെന്ന് പറഞ്ഞ് പല കമൻറ്റുകളും കിട്ടും. അപ്പം ഇന്ന് ഒരു നടി ഈ ജയസൂര്യയ്ക്ക് എതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവർ പിന്നെ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന പറഞ്ഞ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അവർ ജയസൂര്യയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പങ്കുവെക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. 2008-2009 ആ പീരീഡിൽ ദേ ഇങ്ങോട്ട് നോക്കിയ ബാലേന്ദ്ര മേനോൻ്റെ സിനിമയിലോട്ടാണ് ഞാൻ ആദ്യം വന്നത്. അവിടെ വെച്ചാണ് എനിക്ക് ആദ്യത്തെ വില്ലൻ ജയസൂര്യ തന്നെയാണ്. അവിടെ വെച്ചാണ് എനിക്കൊരു, അതായത് 2008 ആദ്യത്തെ സിനിമ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയാണ് ബാലേന്ദ്ര മേനോന്റെ. ആ സിനിമയിൽ തന്നെ ലൊക്കേഷനിൽ തന്നെ ദുരനുഭവം ഉണ്ടായി. സെക്രട്ടേറിയറ്റിൽ വെച്ച് നേരത്തെ വിവരിച്ച സംഭവം അല്ലേ? അതെ അതെ, സെക്രട്ടേറിയറ്റിൽ വെച്ച്. അതെ 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 അതെ. ആ സമയത്ത് എങ്ങനെയാണ് പ്രതികരിച്ചത്? അപ്രതീക്ഷിതമായിട്ടായിരുന്നോ ഈ നടന്റെ വരവ്? അതെ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ ഞൊറിഞ്ഞെല്ലാം പതൊക്കെ താഴെ ഇട്ടുണ്ട്. നിങ്ങൾ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയത്തേക്കും എൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കുക, ഒരു ഷോക്കായി പോരും. അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി. പിന്നെ ഞാൻ താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു, ജഗദീഷ് ചേട്ടൻ, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും താഴെ ഇരിപ്പുണ്ടായിരുന്നു, നെടുമുടി വേണുചേട്ടനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സോ ഐ തോട്ട് ദാറ്റ് ഐ ക്യാൻ ഷെയർ വിത്ത് ദം. ബിക്കോസ് ഈ ജഗദീഷ് ചേട്ടൻ വെച്ചാൽ ഹീസ് വെരി ജെന്യൂൻ ആൻഡ് വെരി ഡീസൻറ്റ് പേഴ്സൺ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി വന്നിച്ച് പറഞ്ഞു, മിനു ഐ വാണ്ട് ടു ടെൽ യു, ഒരു കാര്യം പറയണം, യെസ് ഓർ നോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് എന്ത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ പിൽക്കാലത്തുണ്ടാവും. അപ്പോൾ ഈ കേട്ട കഥയും ഇന്നലെ നമ്മളൊരു യുവ സൂപ്പർ സ്റ്റാറിൻ്റെ കഥയുമായിട്ട് എന്തോ ഒരു സാമ്യമുള്ളത് പോലെ തോന്നുന്നില്ലേ? അതും പുറയിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് എന്നായിട്ടാണ് പറയുന്നത്. ഏതായാലും ജയസൂര്യയുടെ പേര് അങ്ങനെ ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് കേട്ടു. അപ്പം ജയസൂര്യ ദേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന പടത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പേരുകാരൻ മുകേഷാണ്. മുകേഷിനെ സംബന്ധിച്ച് നമുക്കറിയാം. രണ്ടാമത്തെ പേരുകാരൻ മുകേഷിനെ സംബന്ധിച്ച് നമുക്കറിയാം, MLA ആണ്. അപ്പം ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാണ് മുകേഷ്. അപ്പം ജയസൂര്യക്ക് പറഞ്ഞു നിൽക്കാം, അങ്ങോട്ട് മാറി നിൽക്കാം അല്ലേ? ജയസൂര്യ ഒരു സംഘടനയിലും ഭാഗമല്ലാത്തതുകൊണ്ട് ജയസൂര്യക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷേ ഈ മുകേഷിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അപ്പം മുകേഷിനെ പറ്റി നിരന്തരമായ ആരോപണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു മുകേഷിൻ്റെ ഒരു ഭയങ്കര ഒരു ഊരാക്കുടുക്കിലേക്കാണ് മുകേഷിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഈ സ്ത്രീയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ മലയാള സിനിമ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർ തമിഴ് സിനിമയിലേക്ക് പോവുകയും അതിനുശേഷം ഇവിടുന്ന് പോവുകയൊക്കെ ചെയ്തതിന് ശേഷം വന്നതിന് ശേഷം ഇങ്ങനൊരു ആരോപണം ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടുകൊണ്ട് അവർ തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പം മുകേഷിനെ പറ്റി പറയുന്ന ചില വാചകങ്ങൾ സത്യം പറഞ്ഞാൽ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ചില വാചകങ്ങൾ, മുകേഷ് പറഞ്ഞ ചില കോണിക്കൂടെ പറഞ്ഞ ചില വാചകങ്ങൾ, അത് മുകേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു രീതിയാണ്. എനിക്ക് തോന്നുന്നു
ഞാൻ കേട്ടതിൽ ഒരു സ്ത്രീക്ക് കേൾക്കാൻ പറ്റുന്നതിൻ്റെ ഒരു അപ്പുറത്താണ് ഈ വാചകങ്ങൾ. അത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും അദ്ദേഹം ഈ പുരുഷകുലത്തിന് തന്നെ അപമാനമായ ഒരു മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. കാരണം അതുപോലുള്ള വാചകങ്ങളായിരുന്നു എനിക്ക് അദ്ദേഹം കയറി പിടിച്ചതൊന്നും എനിക്ക് പ്രശ്നം. നമ്മൾ എല്ലാം കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ചില വാചകങ്ങളുണ്ട്, അദ്ദേഹം ചില പറഞ്ഞ വാചകങ്ങൾ, അത് ഈ പിടിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് വളരെയധികം ദേഷ്യം ഉണ്ടായ ചില വാചകങ്ങളായിരുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ, ആഹാ അമ്പടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ, നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ, നീ ആർക്കും കൊടുക്കണ്ട, നീ മെഴുകുതിരിയുടെ വാസ്ക് ഇട്ട് അടച്ചു വെച്ചോളാൻ. അങ്ങനെ വളരെ പച്ചയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ പറഞ്ഞത്. ഞങ്ങളെ ഗൗനിക്കാതെ നിനക്കൊരിക്കലും അമ്മ മെമ്പർഷിപ്പ് നിനക്ക് തരില്ല. അപ്പം മുകേഷിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പം അന്നത്തെ കമ്മിറ്റി മെമ്പേഴ്സ് അന്നേരം എനിക്കൊന്നും തിരിച്ചു പറയാൻ പറഞ്ഞാൽ അത്രയ്ക്കും സങ്കടവും ഷോക്കും എല്ലാം കൊണ്ട് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക ഞാൻ ചെയ്തത്. എനിക്ക് അതിന് ഒന്നും സത്യമായിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതെ നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് ഞങ്ങൾ കലണ്ടർ എന്ന സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു. അന്നും പുള്ളിക്കാരൻ എന്നോട് ഇത് അന്നും പറഞ്ഞ് താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു. പുള്ളിക്കാരൻ താല്പര്യമാണ്, കാണാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കാക്കനാടോ വൈറ്റിലോ എവിടെ കണ്ട് വില്ലയുണ്ട്, അവിടെ വെച്ച് കാണാൻ പറ്റുമോ, എറണാകുളത്തിലെ വീട് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അതിനൊന്നും നമ്മൾ വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ് പാലക്കാട്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വന്ന് പുള്ളിക്കാരൻ എന്നെ ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല. കാരണം ഇങ്ങനൊരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മുഖം കൊടുക്കാതെ ഓടിപ്പോന്ന് പറഞ്ഞ് പുള്ളി തന്നെ നേരിട്ട് എൻ്റെ റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എന്താ തൻ്റെ പ്രശ്നം, തൻ്റെ. അപ്പോൾ ഞാനൊന്നും മിണ്ടി, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ. അത് പറഞ്ഞു, എടോ താൻ എന്തിനാ ഇങ്ങനെ, ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ, അപ്പോൾ കട്ടില്ല, അപ്പോൾ തൊട്ട് പുറകെ കട്ടില്ല, അപ്പോൾ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി. അങ്ങനെ കടന്നപ്പോഴത്തേക്ക് ഞാൻ ഉരുണ്ട് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, ഡോറ് തുറന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഈ വാചകങ്ങൾ ഇച്ചിരി കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? അപ്പോൾ മുകേഷ് ചെന്നവരെ അവരുടെ റൂമിൽ കയറി പിടിക്കുകയും അവരെ കട്ടിൽ കിടത്തുകയൊക്കെ ചെയ്തു എന്നുള്ളത് അതൊരു വിഷയമാണ്, അത് ഗൗരവതരമായൊരു വിഷയമാണ്. പക്ഷേ ഈ വാചകങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം തോന്നാനുള്ള ഒരു കാരണം ഈ വാചകം തന്നെയാണ്. മുകേഷിനെ സംബന്ധിച്ച് ഒത്തിരി ആരോപണങ്ങൾ കേട്ടു. പക്ഷേ ഗുരുതരമായൊരു ആരോപണമായിട്ടാണ് എനിക്ക് ഈ വിഷയം തോന്നുന്നത്. ഞാൻ ഇന്നലെ ഞാൻ കണ്ടേക്കുന്ന പല ആരോപണങ്ങളും എനിക്ക് ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടാണ് തോന്നിയത്. ഇതിനൊക്കെ തെളിവുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇവർ പറയുന്ന ചില ആൾക്കാർ പറയുമ്പോഴൊക്കെ നമുക്ക് തോന്നത്തില്ലേ, അതൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ തന്നെ ഇടവേള ബാബുവിനെ പറ്റി പറയുന്നുണ്ട്. ഇടവേള ബാബു എനിക്ക് തോന്നുന്നു ഈ തുടങ്ങിയപ്പം മുതൽ ഇടവേള ബാബുവിൻ്റെ പേര് എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു പേരാണ് ഇടവേള ബാബുവിൻ്റെ. നമുക്കതുകൂടെ ഒന്ന് കേൾക്കാം. ഇടവേള ബാബുവിനെ ഓക്കെ, ഫോൺ വിളിക്കായിരുന്നോ നേരിട്ട് കാണുകയായിരുന്നോ? അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട്, കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ച് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത്? ഫോം തരാൻ പറഞ്ഞു. നിന്നെ ഇങ്ങോട്ട് വാ, ഫോമിൽ സിഗ്നേച്ചർ ഇടണം, ഞാൻ ഇന്ന് തന്നെ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കതിലൊന്നും തോന്നിയില്ല, പെട്ടെന്ന് ചെല്ലുകയും ചെയ്തു. ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? ചെന്നപ്പം എനിക്ക് ഫോമൊക്കെ എടുത്ത് തന്നു, ഇരിക്കാൻ പറഞ്ഞു, എന്തോ കുടിക്കാൻ എന്തൊക്കെയോ തന്നു. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഞാൻ ഇരുന്നില്ലായിരുന്നു. ആ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എൻ്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് ഉമ്മ വെച്ചു. ഇടവേള ബാബു. ഇടവേള ബാബു ഇടവേള ബാബു. ഓക്കെ, അതിനുശേഷം മറ്റു ആക്രമണമൊന്നും ഉണ്ടായില്ല? അവലില്ല. അപ്പം തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ. അപ്പോൾ അല്ല ഒന്ന് ആയിക്കൂടെ, ഞാനാണ് കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലറല്ലേ, ഒന്ന് സഹകരിച്ചൂടെ എന്നൊക്കെ പുള്ളിക്കാരനോ വലിയ സംസാരമൊക്കെ ആയിരുന്നു. എൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം, നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും, എൻ്റെ കൂടെ നിൽക്കുക, ഞാൻ സ്റ്റേജ് ഷോസൊക്കെ ഞാൻ കൊണ്ടുപോകാം ഒക്കെ, അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി, അപ്പം നിന്നില്ല. ഇപ്പോൾ ഇടവേള ബാബുവിനെ
കുറ്റം ഇങ്ങനെയാണ്. ഇടവേള അതിനകത്ത് പറയുന്നത് ഇടവേള ഒരു ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലെന്ന് എന്നൊക്കെ ഇടവേള പറഞ്ഞതായിട്ടൊക്കെയാണ് പറയുന്നത്. കല്യാണം കഴിക്കാത്തത് നമ്മൾ പറഞ്ഞില്ല. അല്ല, ഇതിനു വേണ്ടിയാണ് കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ? എന്താ പൂശാൻ മുട്ടുന്നോ എന്ന് ചോദിക്കട്ടെ. ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ചോദിച്ച പോലെ എന്നെ കണ്ടിട്ട് എന്താ പൂശാൻ മുട്ടുന്നത്. പക്ഷേ ഇടവേള അവനെ കണ്ടിട്ട് പൂശാൻ മുട്ടുന്ന പോലെ തോന്നി അല്ലേ? തോന്നിയോ? ഇല്ലയോ? ഇതൊക്കെ ആരോപണങ്ങളാണ്. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അന്വേഷിക്കട്ടെ. പിന്നൊരു പേരുകാരൻ എനിക്ക് അതൊരു ഞെട്ടലുണ്ടായ പേരുകാരനാണ്, മണിയംപിള്ള രാജു. മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന ചിത്രത്തിലൂടെ വന്ന മണിയംപിള്ള രാജു. അപ്പം മണിയംപിള്ള രാജുവിനെ പറ്റിയും പറയുന്നുണ്ട്. ഒരു ചിത്രത്തിൽ കലണ്ടർ എന്ന് പറയുന്ന ചിത്രത്തിലാണെന്ന് തോന്നുന്നു മണിയംപിള്ള രാജുവിൻ്റെ ഭാര്യയായിട്ട് ഇവർ അഭിനയിച്ചു. അതിനുശേഷം മണിയംപിള്ള രാജു ഇവരുടെ കാറിൽ ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. അതിനുശേഷം മണിയംപിള്ള രാജുവിൻ്റെ ടോണൊക്കെ മാറിയതായിട്ടാണ് ഈ നടി പറയുന്നത്. നമുക്കതുകൂടെ ഒന്ന് കേൾക്കാം. മണിയംപിള്ള രാജുവുമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പുള്ളി അല്ലല്ല, കലണ്ടർ സിനിമയിൽ ഞാൻ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? കലണ്ടറിൽ അന്നേരം ഞാൻ ആദ്യത്തെ സമയങ്ങളൊക്കെ ഞാൻ തനിയെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഈ പ്രൊഡക്ഷൻ കൺട്രോളോട് എന്തോ സംസാരിച്ചിട്ട് അവരെന്തോ എന്തോ എന്തോ സംതിങ് കോൺസ്പിറസി നടന്നിട്ട് പറഞ്ഞ് മിന്നുൻ്റെ വണ്ടിയിലേക്ക് എൻ്റെ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പരിചയപ്പെടുകയും എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ വന്നിട്ട് ട്രാക്ക് മാറി. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല, ഒന്നുമില്ല. പുള്ളി പറയുന്നത് കേൾക്കുന്നതല്ലാണ്ട് എനിക്ക് റൂട്ടും അറിയത്തില്ല. അന്നേരമാണ് പുള്ളിക്കാരൻ പറയുന്നത്, അല്ല മിന്നുൻ്റെ ഹസ്ബൻഡ് എവിടെ? ഞാൻ പറഞ്ഞു ഗൾഫിലാണ്. അപ്പോൾ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, തന്നെ എങ്ങനെ ജീവിക്കും, വളരെ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ഡ്രൈവിംഗ് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവിടെ ഞാൻ ബ്രേക്ക് ഇട്ട് ചവിട്ടിയാലോ നിങ്ങൾ ഓർത്ത്, കാരണം അതൊന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു രാജേട്ടാ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ കൂടുതലായി. ഇപ്പം പണ്ടത്തെ കാലമല്ല ഇപ്പം എന്ന് വെച്ചാൽ ഗൾഫുകാരുടെ ഭാര്യമാരിങ്ങനെ ആർത്തി പൂണ്ടിരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് അവർക്ക് ടെക്നോളജിക്ക് പരമായിട്ടുള്ള വളരെ സംഭവങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ ഭർത്താക്കന്മാർ തന്നെ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് പറയാം, അതെന്താ? ഞാൻ പറഞ്ഞു, അത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇനി വേറെ വല്ലവരോടും പോയി ചോദിക്കാം, എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിർത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി. ഇത്ര സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഡാത്തടിയ എന്ന സിനിമ, ഡാത്തടിയ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനും ഗായത്രി ആയിരുന്നു ആ സിനിമയിൽ. അപ്പോൾ അവിടെ വെച്ച് ഈ രാജു ചേട്ടൻ്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു. അപ്പം ഞാൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പോൾ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് റൂം എടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എൻ്റെ റൂം, ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോറ് തുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ലൊക്കേഷനിൽ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യത്തില്ലേ, അപ്പോൾ ഞാൻ അതിലൊന്നും മിണ്ടാതെ ഇങ്ങനെ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പോകാറില്ല, ഇന്നുവരെ പോയിട്ടില്ല, പ്ലീസ് എന്ന് പറഞ്ഞു. അതിലില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇന്ന് വരും, മിനു കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയി. എന്നിട്ട് ഞാൻ പുള്ളി എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി, ഞാൻ തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല റൂമിൽ, ലാൻഡ് ഫോൺ അതിൻ്റെ വയറും ഞാൻ ഊരിട്ടു. ഡോറിൽ മുട്ടിയ നടൻ? ഡോറിൽ മുട്ടി. അതെ അതെ. അപ്പം മണിയംപിള്ള രാജുവിൻ്റെ കാര്യം കേട്ടല്ലോ. അപ്പം മണിയംപിള്ള രാജുവും ബാബുരാജായാലും മണിയംപിള്ള രാജു ആയാലും എല്ലാവരും ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പം ആരോപണം ഉന്നയിച്ച് കഴിയുമ്പോൾ ആരും ശരിയാണെന്ന് പറയത്തില്ല, ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ അന്വേഷണം നടക്കും. അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതോ ഇനി കള്ളത്തരങ്ങൾ പറയുന്നതാണ്. ഞാൻ പറയുന്നത് കള്ളത്തരം പറഞ്ഞാലും അതിന് തക്ക ശിക്ഷ കൊടുക്കണം. പക്ഷെ നാളെ ആർക്കും പറയാൻ തോന്നരുത്. പക്ഷേ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്ക ശിക്ഷയും കിട്ടണം. ഇത് കേസ് അങ്ങും ഇല്ല ഇങ്ങും ഇല്ലാതെ തേഞ്ഞു മാഞ്ഞു പോകരുത് എന്ന് മാത്രമേ എനിക്കൊരാഗ്രഹമുള്ളൂ. കടുത്ത ശിക്ഷ രണ്ടു കൂട്ടർക്കും കൊടുക്കണം. കാരണം ഇത് പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ അവർക്ക്, അല്ല ഇത് ജെന്യുവനായിട്ടുള്ള കേസാണെങ്കിൽ ഈ വ്യക്തികൾക്കും മണിയംപിള്ള രാജു ആയാലും ജഗദീഷ് അല്ലല്ലോ, മണിയംപിള്ള രാജു, ജയസൂര്യ, പിന്നെ മുകേഷ്, ഇടവേള ബാബു, ഇവർക്കെല്ലാം തക്കതായ ശിക്ഷയും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ ഒന്ന് മാറി വരൂ. ഇത് സിനിമയിലെ കാര്യം മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പം മറ്റ് പല ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇന്ന് മൊത്തം ആരോപണമായിരുന്നു. വി കെ പ്രകാശിനെതിരെ, റഫീദാസിനെതിരെ എല്ലാ ആരോപണങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.